ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി തിരുവചനത്തെ ധ്യാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന വൻകൃപകൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആ പകൽക്കാലവും ദൈവവചന കേൾക്കുവേണ്ടി നാം ഒരുങ്ങിയിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവേ, ഈ പകൽക്കാലം അങ്ങ് എന്നോടിടപെടണമേ. കർത്താവേ, എന്നോട് സംസാരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ദൈവമേ, ഇന്ന് കേൾക്കുന്ന തിരുവചനം അത് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയ്ക്കായി സക്കരിയാവ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സെരൂബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്: സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാലത്രേ എന്ന സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരൂബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ ഒരു സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവനാണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, സെരൂബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് സെരൂബാബേലേ, നീ അറിയും. ദൈവത്തിന് സ്തോത്രം. സക്കരിയാവെന്ന പ്രവാചകനിലൂടെ യഹോവയായ ദൈവം സെരൂബാബേലിന് നൽകുന്ന അരുളപ്പാടിൻ്റെ വാക്യങ്ങളെയാണ്, വചനങ്ങളെയാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്. സെരൂബാബേലിനോട് പറയുകയാ: സെരൂബാബേലേ, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാലത്രേ നീ ഇന്ന് ബലപ്പെടുവാൻ പോകുന്നത്. നിന്റെ മുൻപിലൊരു മഹാപർവ്വതമുണ്ട്. എന്നാൽ ആ മഹാപർവ്വതത്തെ ഞാൻ ഇന്ന് നിനക്ക് സമഭൂമിയാക്കി തീർത്തു തരും. ദൈവത്തിൻ്റെ കൃപ കൃപ എന്ന ആർപ്പോടുകൂടി ആ പർവ്വതത്തിൻ്റെ മേൽ നീ ജയം കൊള്ളും. അതുകൊണ്ട് സെരൂബാബേലേ, നീ ധൈര്യപ്പെടുക, നീ ശക്തിപ്പെടുക. നിന്റെ കൈ തന്നെ ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കും. ഇതാണ് സക്കരിയാവിലൂടെ സെരൂബാബേലിനോട് ദൈവം നൽകുന്ന പ്രവചന വചനങ്ങൾ. ദൈവം സെരൂബാബേലിനോട് ഇടപെടുമ്പോൾ ആരാണ് ഈ സെരൂബാബേൽ? ചുരുക്കമായി ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ BC 2011 യഹോവയായ ദൈവം ഊരിന്റെ പ്രദേശത്തിൽ നിന്ന് തൻ്റെ മകനായ അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നതോടുകൂടിയാണ് ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു, താൻ കാണിച്ചു കൊടുക്കുന്ന ദേശത്ത് കൊണ്ടുവന്നു. അവിടെ അബ്രഹാമിനെ ദൈവം വലിയൊരു ജാതിയാക്കി തീർത്തു. അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകനായ യാക്കോബ്. അങ്ങനെ ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ ജനം അനുഗ്രഹിക്കപ്പെട്ട് പെരുകുവാൻ തുടങ്ങി. യാക്കോബിന്റെ 12 മക്കളാണ് പിൽക്കാലത്ത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളായി മാറിയത്. രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, സെബൂലൂൻ, ഇസാഖാർ, ദാൻ, ഗാദ്, ആശേർ, നഫ്താലി, യോസേഫ്, ബെന്യാമീൻ. ഇങ്ങനെ 12 ഗോത്രങ്ങൾ, യാക്കോബിന്റെ മക്കളായ 12 പേര്. ആ യാക്കോബിന്റെ ജീവിത അവസാന കാലഘട്ടത്തിൽ യോസേഫിൻ്റെതായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവർ മിസ്രൈമിലേക്ക് പോയി. അങ്ങനെ ആ ജനം മിസ്രൈമിൽ ചെന്നു ചേർന്നു. അവിടെ അവർ ജീവിക്കുവാൻ ആരംഭിച്ചു. പിൽക്കാലത്ത് യാക്കോബിനെയോ യോസേഫിനെയോ ഒന്നും അറിയാത്ത ഫറവോമാർ മിസ്രൈമിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ പെരുപ്പം കണ്ട് അവർ ഈ ജനത്തെ അടിമകളാക്കി മാറ്റി. ഏകദേശം 400 വർഷക്കാലം ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമത്തത്തിൽ കഴിയുകയാണ്. അടിമത്തത്തിന്റെ വേദനയിൽ കിടന്ന് ദൈവജനം അയ്യം വിളിച്ച് നിലവിളിക്കുമ്പോൾ യഹോവയായ ദൈവം ജനത്തിന്റെ നിലവിളി കേട്ട് ആ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. സ്തോത്രം. യഹോവയായ ദൈവം മോശയെ വിളിച്ചു.
ഫറവോയുടെ അരികിലേക്ക് അയച്ചു. അങ്ങനെ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കുന്നതായ കനാൻ എന്ന ദേശത്തേക്ക് ദൈവം അവരെ നടത്തുകയാണ്. എന്നാൽ 40 വർഷങ്ങൾ അവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടതായി വന്നു. 40 വർഷത്തെ മരുഭൂമി യാത്രയുടെ ഒടുവിൽ യോശുവയുടെ നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ ജനമിതാ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കുന്ന കനാൻ നാട്ടിൽ ചെന്ന് ചേർന്നു. കനാനിൽ അവർ ചേർന്നു. ആ കനാൻ നാട്ടിൽ ഉണ്ടായിരുന്ന ജാതികളെ ദൈവം അവിടെ നിന്ന് നീക്കിക്കളഞ്ഞ് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തെ ദൈവം അവരെ നട്ടുവെക്കുകയാണ്. അന്ന് കനാനിൽ ഉണ്ടായിരുന്ന ഹിത്യർ, അമ്മോന്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരെ നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ ദൈവം ആ കനാൻ നാട്ടിൽ നട്ടുവെച്ചു. ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തെ പരിപാലിച്ച് ആ പാലും തേനും ഒഴുകുന്ന നാട്ടിൽ അവരെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ്. ദൈവിക പ്രമാണങ്ങളെ നൽകി, ദൈവിക കൽപ്പനകളെ നൽകി, അവരെ നയിക്കുവാനായിട്ട് ന്യായാധിപന്മാരെ ഏൽപ്പിച്ച് ദൈവം ഈ ജനത്തെ കനാൻ നാട്ടിലാക്കി വെച്ചിരിക്കുമ്പോൾ ഏതാണ്ട് 17 ന്യായാധിപന്മാർ ഇവർക്ക് ന്യായപാലനം ചെയ്തു. എന്നാൽ അവിടെ കിടന്നതായ ആ ജനം ദൈവത്തോട് പരാതി പറയുവാൻ തുടങ്ങി. ദൈവമേ, മറ്റുള്ള ജനങ്ങൾക്ക്, മറ്റുള്ള ജാതികൾക്ക് രാജാക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് രാജാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു രാജാവിനെ തരണമേ എന്ന് പറഞ്ഞ് ഈ ജനം ദൈവത്തോട് പരാതി പറഞ്ഞപ്പോൾ ശമൂവേൽ പ്രവാചകനെ ദൈവം ഒരുക്കിയിട്ട് പറഞ്ഞു, അവർക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യണം. അങ്ങനെ ശൗലിനെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ശൗൽ രാജാവിനെ ശമൂവേൽ പ്രവാചകൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവാണ് ശൗൽ രാജാവ്. 40 വർഷങ്ങൾ ഈ ശൗൽ രാജാവ് ഇസ്രായേൽ ജനത്തെ ഭരിച്ചു. അവിടെ നിന്ന് ദാവീദ് രാജാവായി തീർന്നു. 2ാമത്തെ രാജാവ് ദാവീദ് 40 വർഷങ്ങൾ ന്യായപാലനം ചെയ്തു. അതിനുശേഷം ദാവീദിന്റെ മകനായ ശലോമോനെ ദൈവം രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. ശലോമോൻ രാജാവും 40 വർഷങ്ങൾ ആ രാജ്യത്തിന് ന്യായപാലനം ചെയ്തു. എന്നാൽ ശലോമോൻ രാജാവിന് ശേഷം രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങൾ ചേർന്ന് യഹൂദ രാജ്യമെന്നും 2 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ രാജ്യമെന്നും അങ്ങനെ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. യഹൂദ രാജ്യത്തിന്റെ രാജാവായി ശലോമോന്റെ ദാസനായ യൊരോബെയാമിനെ തിരഞ്ഞെടുത്തു. ഇസ്രായേൽ രാജ്യത്തിന്റെ രാജാവായി ശലോമോന്റെ മകനായ രഹബെയാമിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ യഹൂദ എന്നും ഇസ്രായേൽ എന്നും രാജ്യം 2ആയി വിഭജിക്കപ്പെടുകയും ആ രാജ്യങ്ങൾ ഏകദേശം 20ഓളം രാജാക്കന്മാർ മാറി 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 ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തലമുറകൾ മാറി മാറി വന്നപ്പോൾ പിതാക്കന്മാരെ നടത്തിയ ദൈവത്തെ അവർ മറന്നുപോയി. പിതാക്കന്മാർ ആരാധിച്ച ദൈവത്തെ അവർ മറന്നു, ദൈവാരാധനയെ അവർ മറന്നു. അവർ അന്യ ദൈവ ആരാധനയിലേക്ക് തിരിഞ്ഞു. സത്യ ദൈവത്തെ അവർ വിട്ടുകളഞ്ഞു. ജീവനുള്ള ദൈവത്തെ അവർ മറന്നുകളഞ്ഞു. ഇതാ ദൈവത്തിന്റെ ശിക്ഷാവിധി ആ തലമുറയുടെ മേൽ ഇറങ്ങി വരികയാ. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അശ്ശൂർ രാജാവായ ശൽമനേസറിനെ ആ ഇസ്രായേലിലേക്ക് അയച്ചു. ശൽമനേസർ രാജാവ് ചെന്ന്, അശ്ശൂർ രാജാവ് ചെന്ന് ഈ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഇസ്രായേൽ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടുത്തെ ജനത്തെ അടിമകളായി പിടിച്ചു കൊണ്ടുപോകുകയാ. ദൈവത്തിൽ നിന്നകന്ന ജനത്തിന് ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഇറങ്ങുകയാ. ജീവനുള്ള ദൈവത്തെ മറന്ന ജനം, സത്യ ആരാധനയെ വിട്ടുകളഞ്ഞ ജനം മറ്റു മാർഗങ്ങളിലേക്ക് ഓടിപ്പോയപ്പോൾ ദൈവശിക്ഷ അവരെ പിൻപറ്റുകയാ. എന്നാൽ യഹൂദ രാജ്യത്തെ ജനം ഇത് കണ്ട് അവര് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല കേട്ടോ. BC 721 ഈ അശ്ശൂർ രാജാവ് ശൽമനേസർ ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് കണ്ടിട്ടും യഹൂദ ജനത്തിന് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തോന്നിയില്ല.
അവരും ദൈവത്തോട് മറുതലിച്ചു. അവരും ദൈവത്തെ വിട്ടുകളഞ്ഞു, ദൈവാരാധന വിട്ടുകളഞ്ഞു. അന്യ ആരാധനയിലേക്ക് പോയപ്പോൾ BC 606, 598, 587 കാലഘട്ടങ്ങളിൽ ബാബിലോണ്യ രാജാവായ നെബൂഖദ്നേസർ ഈ യഹൂദയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആ ജനത്തെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. മാത്രമല്ല, യെരുശലേമിന്റെ മതിലുകൾ ഇടിച്ച് തകർത്തു കളഞ്ഞു. യെരുശലേം ദേവാലയം കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം തകർത്തു കളഞ്ഞു. ദേവാലയം തീയിട്ട് ചുട്ടുകളഞ്ഞു. സ്തോത്രം. ദൈവജനം ദൈവത്തിങ്കിൽ നിന്നകന്നപ്പോൾ, ദൈവജനം ദൈവാരാധന വിട്ടോടിയപ്പോൾ, സത്യദൈവത്തിങ്കിൽ നിന്ന് അവരകന്നു പോയപ്പോൾ, ദൈവശിക്ഷ അവരുടെ മേൽ ഇറങ്ങിയിട്ട് നീ ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ ആലയം എന്തിനെന്ന് ചോദിച്ച് ശത്രു അവരുടെ ആലയത്തെ തീയിട്ട് ചുട്ടുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ദൈവത്തെ മറന്നു കളയരുതേ, ദൈവാരാധന വിട്ടുകളയരുതേ. ദൈവത്തെ നീ മുറുകെ പിടിക്കണം. ജീവിതത്തിൽ നിന്നെ നടത്തുന്നത് ദൈവമാണെന്ന് ഓർത്തുകൊള്ളണം. ആമേൻ. ദൈവത്തെ ആരാധിക്കുവാൻ നീ സമയം കണ്ടെത്തിക്കൊള്ളണം. എന്തെല്ലാം ജീവിത തിരക്കുകളുണ്ടെങ്കിലും, എന്തെല്ലാം ജീവിതത്തിൻ്റെ കാര്യാദികൾ നിനക്കുണ്ടെങ്കിലും, ആരാധന വിട്ടോടുന്ന ഒരു ജീവിതം ക്രിസ്ത്യാനിയെ നിനക്കുണ്ടാകരുത്. ദൈവം ഈ ഭൂമിയിൽ നിന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ നീ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ഉത്സാഹിക്കണം. ഹല്ലേലൂയ. ആരാധനയ്ക്കായി ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. ആരാധനയ്ക്കായി ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ടാണ് ആ ജനം 137 സങ്കീർത്തനമൊക്കെ നമ്മൾ പഠിക്കുന്നതായ സമയത്ത് ഈ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരിങ്ങനെ പറയുന്നുണ്ട്: ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളുടെ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബെദ്രാക്കിക്കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിനെന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളെ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ? അടിമത്തത്തിൽ കിടന്ന ജനം കരഞ്ഞ് കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവമേ, ഈ അന്യദേശത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങൾ എങ്ങനെ പാടും? പ്രിയപ്പെട്ടവരെ, ദൈവം മനസ്സലിയുന്ന ദൈവം കേട്ടോ. ദൈവം മനസ്സലിയുന്ന ദൈവമാ. ദൈവത്തിന് വീണ്ടും അവരോട് മനസ്സലിവ് തോന്നി. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ദൈവജനത്തിന്റെ നിലവിളി കേട്ടവനായ ദൈവം BC 539 ആയപ്പോൾ മേദ്യ പാർസ്യ രാജാവായ കോരസ് രാജാവ് ബാബിലോൺ പിടിച്ചടക്കുകയും യഹൂദ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ നിലവിളി ദൈവം കേട്ടിട്ട് മേദ്യ പാർസ്യ രാജാവായ കോരസിലൂടെ ഈ ജനത്തിനൊരു സ്വാതന്ത്ര്യം ദൈവം വരുത്തി കൊടുക്കുകയാണ്. കോരശ ജനത്തോട് പറയുന്നു: ജനമേ, നിങ്ങൾ തിരികെ നിങ്ങളുടെ നാട്ടിലേക്ക് പോകുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് നശിപ്പിക്കപ്പെട്ട നിങ്ങളുടെ ദൈവാലയം നിങ്ങൾ പുതുക്കി പണിയണം. സ്തോത്രം. ആരാധനാകേന്ദ്രം നിങ്ങൾ പുതുക്കി പണിയണം. ദൈവാരാധനാകേന്ദ്രം നിങ്ങൾ പുതുക്കി പണിയണം. ദൈവം തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ജനം ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവജനമേ, നിങ്ങൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാൻ ഒരാലയം നിങ്ങൾ പണിയണം. സ്തോത്രം. അങ്ങനെ നശിപ്പിക്കപ്പെട്ട ആലയത്തിന്റെ സ്ഥാനത്തൊരാലയം പണിയുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രധാനിയായിരുന്നു സെരുബാബേൽ. സ്തോത്രം. നശിപ്പിക്കപ്പെട്ട യെരുശലേം ദേവാലയം പുതുക്കി പണിയുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പ്രധാനിയായിരുന്നു സെരുബാബേൽ എന്ന് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. അങ്ങനെ കോരസ് രാജാവിൻ്റെ ആ ഉത്ബോധനം ഏറ്റെടുത്തുകൊണ്ട് സെരുബാബേലും കൂട്ടരും അവർ യെരുശലേം ദേവാലയം പുതുക്കി പണിയുവാനായിട്ട് അവർ തങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ്.
സെരുബ്ബാബേൽ സന്തോഷത്തോടെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അവൻ യെരൂശലേം ദേവാലയത്തിന് പണി തുടങ്ങുവാനായിട്ട് ആഗ്രഹിച്ച് ആ ആലയത്തിന് ഒരു അടിസ്ഥാനമിട്ടു. എന്നാൽ സെരുബ്ബാബേൽ ഇട്ടതായ അടിസ്ഥാനം കണ്ട് ചിലരൊക്കെ സന്തോഷിച്ചെങ്കിലും ശലോമോൻ പണിത ആലയം നേരിട്ട് കണ്ടിട്ടുള്ള വയോധികന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ വയോധികന്മാർ അത് കണ്ട് പുതിയ ആലയത്തിന്റെ അടിസ്ഥാനം കണ്ട് അവർ ഉറക്കെ കരഞ്ഞു എന്ന് എസ്രാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. കാരണം ശലോമോന്റെ ആലയവും സെരുബ്ബാബേൽ അടിസ്ഥാനമിട്ട ആ ആലയവും തമ്മിൽ അത്രയേറെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരിക്കലും ആ വയോധികന്മാർക്ക് അത് അംഗീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, സെരുബ്ബാബേലിനും കൂട്ടർക്കും ഒരാലയം ഇവിടെ പണിയുവാനായിട്ട് കഴിയത്തില്ല, ഒരാലയം പണിയുവാനായിട്ട് കഴിയത്തില്ല. അവരുറപ്പിച്ചു പറയുകയാ, അതേ സെരുബ്ബാബേലേ, നിങ്ങൾക്കൊരാലയം നിർമ്മിക്കുവാൻ കഴിയുകയില്ല. സ്വന്തം ജനത്തിൽ നിന്ന് തന്നെ എതിർപ്പുയരാൻ തുടങ്ങി. അതേ സെരുബ്ബാബേലിനോട് കൂടെയുള്ള ജനത്തിൽ നിന്ന് തന്നെ ആലയ നിർമ്മാണത്തിന് എതിർപ്പുകൾ ഉയരുവാനായിട്ട് തുടങ്ങി. തീർന്നില്ല, ആ ദേശത്തിന് ചുറ്റുമുള്ള ജാതികളും ആലയം നിർമ്മിക്കുന്നതിന് എതിരായിട്ട് നിൽക്കുകയാ. കാരണം ഇവിടെ ഒരു ദൈവാരാധന ഉയർന്നു കഴിഞ്ഞാൽ ജാതികളായിട്ടുള്ളവരുടെ ആരാധനയ്ക്ക് അത് വിഘ്നം വരുമെന്നറിഞ്ഞതായ ജാതികൾ സെരുബ്ബാബേലിനെതിരായിട്ട് അവന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകളെ കൂട്ടി. സെരുബ്ബാബേലിനും കൂട്ടർക്കും വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. അവർക്കെതിരെ അന്യായപത്രം വരെ എഴുതി അയച്ചതായിട്ട് നമ്മൾ അവളെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാലയം നിർമ്മിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച് സെരുബ്ബാബേൽ. എന്നാൽ കൂടെ നിന്നവര് പോലും പിന്മാറിപ്പോയി, കൂടെ ഉണ്ടായിരുന്നവര് പോലും പിന്മാറിപ്പോയി. ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും പിന്മാറിപ്പോയപ്പോൾ സെരുബ്ബാബേൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ. നാലു ചുറ്റും പ്രശ്നങ്ങളാൽ നട്ടം തിരിഞ്ഞ് ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എനിക്ക് പൂർത്തിയാക്കുവാൻ കഴിയുകയില്ലയോ എന്ന് പറഞ്ഞ് മാറിയിരുന്ന് സങ്കടപ്പെട്ട് കരയുന്ന ഒരു സെരുബ്ബാബേലിനെ നമുക്കവിടെ കാണുവാൻ കഴിയുക. നാലുപാടും ചുറ്റും പ്രശ്നങ്ങൾ, കൂടെ ഉണ്ടായിരുന്നവർ പിന്മാറിപ്പോയി, പലരും തനിക്കെതിരായിട്ട് മാറി, പലരും തന്നെ കുറ്റപ്പെടുത്തുകയാ. അതേ കുറ്റപ്പെടുത്തലുകളുടെ നടുവിൽ, അതേ പ്രിയപ്പെട്ടവരെ, ആമേൻ, ഒറ്റപ്പെടുത്തലുകളുടെ നടുവിൽ സെരുബ്ബാബേൽ ഒറ്റക്കിരുന്ന് കരയുകയാ. ആരും തന്നോട് കൂടെയില്ല, ആരും തന്നോട് കൂടെയില്ല. ഞാൻ എങ്ങനെ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കിരുന്ന് കരയുമ്പോൾ അതേ ദൈവം തന്റെ പ്രവാചകനായ സഖര്യാവിനെ സെരുബ്ബാബേലിന്റെ അടുക്കലേക്ക് അയച്ചിട്ട് പറയുകയാ, സെരുബ്ബാബേലേ, നീ ഭാരപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഞാൻ നിന്റെ കൂടെയുണ്ട്. സൈന്യം കൊണ്ടും ശക്തി കൊണ്ടുമാണ് ശലോമോൻ രാജാവ് ഒരാലയം പണിതതെങ്കിൽ സെരുബ്ബാബേലേ, നീ എനിക്ക് ഈ ആലയം പണിയുവാൻ പോകുന്നത് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നീ ആലയം നിർമ്മിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിന്റെ മുൻപിൽ പർവ്വത സമാനമായ ചില പ്രശ്നങ്ങൾ ഉയർന്നു നിൽപ്പുണ്ട്. ഹല്ലേലൂയ. നിനക്കൊരിക്കലും നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ പ്രയത്നം കൊണ്ടോ നിന്റേതായിരിക്കുന്ന ഏതെങ്കിലും നന്മകൾ കൊണ്ടോ നിനക്ക് കീഴടക്കുവാൻ കഴിയാത്തതായ, മറികടക്കുവാൻ കഴിയാത്തതായ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സെരുബ്ബാബേലേ, ആ പ്രശ്നത്തെ ദൈവം തമ്പുരാൻ ഇന്ന് നിനക്ക് ഒരു സമഭൂമിയാക്കി തീർത്തു തരാൻ പോകുകയാ. പർവ്വത സമാനമായി നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഇന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു, ആ പ്രശ്നത്തെ ഞാൻ ഇന്ന് തച്ച് തകർത്ത് അതിനെ ഞാൻ സമഭൂമിയാക്കി മാറ്റാൻ പോകുകയാ. സെരുബ്ബാബേലേ, നീ ഭാരപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. യഹോവയായ ദൈവം പറയുകയാ, ഞാൻ നിന്റെ കൂടെയുണ്ട്.
കൈയുണ്ട്. നിന്റെ കൈ ഇതിന് അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിന്റെ കൈ കൊണ്ട് തന്നെ നീ ഇതിൻ്റെ പണി തീർക്കും. എൻ്റെ ആത്മാവും എൻ്റെ കൃപയും നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ചില പർവ്വത സമാനമായ പ്രശ്നങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഞാൻ ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കും? ഈ പ്രതിസന്ധികളെ ഞങ്ങൾ എങ്ങനെ മറികടക്കും? എവിടെയാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരമെന്ന് ചിന്തിച്ചുകൊണ്ട് പല രാത്രികളും നിന്റെ ഹൃദയം വേദനിക്കുന്നുണ്ടായിരിക്കാം. നീ ചിന്താഭാരത്തോടെ കഴിയുന്ന വ്യക്തിയായിരിക്കാം. ആകുലതയോടെ നീ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ജീവനുള്ള ദൈവം പ്രിയ കുഞ്ഞെ നിന്റെ ചെവിയിൽ മന്ത്രിക്കുകയാ. നിന്റെ സകല ഭാരങ്ങളും നീ എൻ്റെ മേലിടുക. ഞാൻ നിന്നെ പുലർത്തുവാനിതാ നിന്റെ അരികിൽ വന്ന് നിൽക്കുകയാ. നിന്റെ ഭാരം എന്താണ്? നിന്റെ വേദന എന്താണ്? നിന്റെ കണ്ണുനീരെന്താണ്? നിനക്ക് എന്നോടൊന്ന് പറയാമോ? എന്നോടൊന്ന് പങ്കുവെക്കാമോ? ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം വരുത്തി തരുവാൻ പ്രിയ കുഞ്ഞേ, ഇതാ ഞാൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, ദൈവത്തോട് പറഞ്ഞാട്ടെ, ഇന്നൊരു പക്ഷേ രോഗമായിരിക്കാം നിന്നെ അലട്ടുന്നത്. ചില രോഗങ്ങൾ പർവ്വത സമാനമായി നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. സ്വർഗത്തിലെ ദൈവം പറയുകയാ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. മരണത്തെ മുന്നിൽ കണ്ടവരെ ആ മരണത്തിന്റെ കയ്പിൽ നിന്ന് വലിച്ചെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ പ്രിയ കുഞ്ഞേ, ഇന്ന് പകൽക്കാലം നിന്റെ രോഗത്തിനൊരു പരിഹാരമുണ്ട് കേട്ടോ. നിന്റെ രോഗത്തിന്റെ വൈദ്യൻ ജീവനുള്ള യേശു തമ്പുരാനാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ രോഗത്തിന് ഇന്ന് പകൽ സൗഖ്യം വരുത്തുകയാണ്. ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക, ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. 12 വർഷം രക്തസ്രവ രോഗത്താൽ കഴിഞ്ഞ സഹോദരി, 38 വർഷം വിദേശത്തായെന്ന കുളത്തിന്റെ കരയിൽ കിടന്ന സഹോദരൻ. പ്രിയ സഹോദരങ്ങളെ, ആ സഹോദരങ്ങളെ വിടുവിച്ച ദൈവം, ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് സൗഖ്യം തരും. വിശ്വസിക്ക്, എൻ്റെ ദൈവം എൻ്റെ രോഗത്തിന് സൗഖ്യം തരും. എന്നെ മെടഞ്ഞ എൻ്റെ ദൈവം, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെയും നിർമ്മിച്ചവനായ എൻ്റെ ദൈവം, ആ ദൈവം എനിക്ക് സൗഖ്യം തരും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റുപറയുക, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും. ആമേ. രോഗക്കയ്പിൻ്റെ മരണത്തിൽ നിന്ന് ഈ ഏഴയായിരിക്കുന്ന അടിയനെ വീണ്ടെടുത്തവനായ ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മയും വീണ്ടെടുക്കുന്ന ദൈവമാ, നിങ്ങളെയും വീണ്ടെടുക്കുന്ന ദൈവമാ. ആമേൻ. ചില ഭാരങ്ങൾ നിന്നെ ഇന്ന് ഭാരപ്പെടുത്തുന്നുണ്ടോ? ആമേൻ. നീ ദൈവത്തോട് പറയുക. ആമേൻ. ഉറ്റവരും ഉടയവരും നിന്നെ ഇന്ന് ഒറ്റപ്പെടുത്തുന്നുണ്ടോ? ആമേൻ. ചില കുടുംബ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ആരോടും പറയുവാൻ കഴിയാതെ നിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ അതേ നീറി നീറി വേദനിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? ദൈവ പൈതലേ, നിന്റെ ഭാരങ്ങളെ അറിയുന്ന ഒരു ദൈവം, നിന്റെ വേദനകളെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഈ ലോകത്തിൽ ആരോടും നിനക്ക് നിന്റെ വേദന പങ്കുവെക്കുവാനില്ലായിരിക്കാം. എന്നാൽ നിനക്ക് നല്ലൊരു സഖിയുണ്ട്. ആ സഖിയുടെ പേരാണ് കർത്താവായ യേശു തമ്പുരാൻ. ആ യേശു കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ വലിയൊരു ഭാരത്തിലാണ്, ഞാൻ വലിയൊരു വേദനയിലാണ്. ഈ പർവ്വതത്തെ, ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കുമെന്ന് എനിക്കറിയില്ല കർത്താവേ. എന്നാൽ നീ സെരുബാബേലിനോട് പറഞ്ഞല്ലോ, സെരുബാബേലേ, നിന്റെ മുൻപിലുള്ള മഹാപർവ്വതത്തെ ഞാനൊരു സമഭൂമിയാക്കി തീർക്കും. ആ പർവ്വതത്തെ കൃപ എന്ന ആർപ്പോടുകൂടി നീ അതിൻ്റെ മേൽ ആണിക്കല്ല് കയറ്റി ജയം നേടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്നെ തകർക്കുവാൻ വരുന്ന ഈ പ്രശ്നങ്ങളുടെ മേൽ, ഹല്ലേലൂയ, ദൈവമേ, നീ എനിക്കൊരു ജയം തരണമേ. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഞാൻ വ്യാകുലപ്പെടുന്നുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുമ്പോൾ, കർത്താവേ, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ, എൻ്റെ കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. എല്ലാ പ്രശ്നങ്ങളുടെ മേലും ആമേൻ, എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം തൻ്റെ കരം വിരിക്കും, തൻ്റെ കരം വിരിക്കും. ഹല്ലേലൂയ. സെരുബാബേലേ, ആമേൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ജീവിതത്തിലെ പർവ്വത സമാനമായ പ്രശ്നങ്ങളെ സമഭൂമിയാക്കി തീർത്തു തരുമെന്ന് പറഞ്ഞ ദൈവം അത് സമഭൂമിയാക്കി കൊടുത്തു. ആ യെരൂശലേം ദേവാലയം വീണ്ടും പുതുക്കി പണിയുവാൻ ദൈവം സെരുബാബേലിനെ ഉപയോഗിച്ചെങ്കിൽ, ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇതാ നിന്റെ അരികിൽ ഇറങ്ങി വന്നിരിക്കുന്നു.
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം വചനം കേൾക്കുന്ന ഈ ജനത്തിനു വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാ കർത്താവേ. ഓൺലൈനായിട്ടൊക്കെ വചനം കേൾക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പച്ച, ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അൻപുള്ള കരം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വിരിച്ച് കർത്താവേ, നീ അവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില രോഗങ്ങൾ മാറിപ്പോകട്ടെ, വേദനകൾ മാറിപ്പോകട്ടെ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ, സ്വർഗം ജയമെടുക്കട്ടെ. അപ്പാ, പൊടിയോളം താണ് ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുകയാ. ജനത്തിന്മേൽ ദൈവകൃപ പകരട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ.